ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? കോഴിക്കോട് ബീച്ചിലേക്ക് പുറപ്പെട്ട ഞങ്ങൾ ഹൈലൈറ്റ് മാൾ എത്തിയതാട്ടോ. നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. അത് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കൂടത്തായിലോട്ട് പോരാൻ നേരത്ത് അനു പറഞ്ഞു ബീച്ചിൽ പോവാൻ. അപ്പം പറഞ്ഞു ഓക്കെ എന്നാൽ ബീച്ചിൽ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ട് നമ്മൾ ബേപ്പൂർ അവിടെ എത്തിയപ്പം യാനുവിനെ സുന്നത്ത് കഴിഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ അവനെ കാണാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ചെന്നിട്ട് കൂടത്തായി ചെന്നിട്ട് അമ്മച്ചിൻ്റെ കൂടെ എല്ലാവരും കൂടിയും പോവാം. കുറച്ചും കൂടിയും കാശ് അതിനോത്രം കയ്യിലില്ല. അപ്പം കുറച്ചും കൂടിയും പൈസ കൈ പിടിച്ചിട്ട് പോയി സാധനമൊക്കെ കൊണ്ടുപോകണം എന്നേന് കരുതിനെ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ യാനുവിനെ കാണാൻ പോകണമെന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. അപ്പോൾ പിന്നെ ബീച്ചിലും പോകണ്ട, യാനുവിനെ കണ്ടാൽ മതി എന്നായി. അങ്ങനെ ഓനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങണമല്ലോ. അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ ഞങ്ങൾ ഷോപ്പ് ഇങ്ങനെ നോക്കി പോകുമ്പോണ്ട് അവിടെ ഒരു ഷോപ്പിൽ അമ്മാഞ്ഞയും നെബു നെസിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓരെ കണ്ട് ഫോൺ ചെയ്ത് അങ്ങനെ ഓരെയും കൂട്ടി ഞങ്ങൾ യാനുവിന് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോഴാണ് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അളിയന് ഷർട്ട് എടുക്കാൻ വന്ന ഷോപ്പിൽ നല്ലതൊന്നുമില്ല, നമുക്ക് ലുലുമാളിൽ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് യാനുവിന് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മൾ ലുലുമാളിൽ വന്ന് ലുലുമാളിൽ അളിയന് ഷർട്ട് എടുക്കാൻ വന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാടുണ്ട്, ഓരോ റേറ്റിൻ്റെത് പല റേറ്റിൻ്റെതായിട്ട്. അങ്ങനെ കുറേ നടന്ന് ഓരോ റേറ്റിൻ്റെത് ഓരോ ഭാഗത്തായിട്ടാണല്ലോ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് അപ്പോൾ അങ്ങനെ ഇത്ര റേറ്റിൻ്റെ ഉള്ളിൽ, ഇത്ര റേറ്റിൻ്റെ മേലെ, ഇത്ര റേറ്റിൻ്റെ കുറവ്, ഇന്ന മോഡൽ വേറെ, അങ്ങനെ ഓരോന്നിനും വേറെ വേറെ സെക്ഷനായിട്ട് കുറേ ഉണ്ടായിരുന്നു നടക്കാൻ. അപ്പം നമ്മളിങ്ങനെ കുറേ നടന്നു. അവസാനം ഒരു 3 എണ്ണത്തിന്മേൽ ഇതാ ഇതിൽ നിന്ന് അപ്പുറത്ത് ഇതിൽ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 എണ്ണത്തിന്മേൽ സ്റ്റക്കായി ഏതെടുക്കും എന്നുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് അനു വന്നാണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഈ പെട്ടി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ റേറ്റ് നോക്ക്, എൻ്റെയൊക്കെ കാശില്ല, അത് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞതാണ്. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. നമ്മളിവിടെയൊക്കെ പോയാൽ നമുക്ക് ക്ഷീണം തോന്നില്ലല്ലോ, അല്ലേ? അവിടെ ചൂടെടുക്കൂല, അതുകൊണ്ട് ഫ്രീ ആയിട്ട് എത്ര വേണേലും നടക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഇയാത്ത് കുറേ പോകുന്നു, കുറേ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ. കുറേ നടന്നിങ്ങനെ കാണാം. ഞാൻ അങ്ങനെ വിചാരിക്കും ഇവിടെ പോകുമ്പോൾ രാവിലെ ഒരു ദിവസം പോയിട്ട് വൈകുന്നേരം വരെ അതിൻ്റെ ഉള്ളിൽ നടന്ന് കുറേ പൈസയും കൊണ്ട് പോയി കുറേ സാധനമൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കും. എന്തെങ്കിലും നടക്കുമാവോ. അങ്ങനെ കുറേ സെലക്ട് ചെയ്ത് അതിൽ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഏതെടുക്കും എന്നുള്ള ഇതിൽ കൺഫ്യൂഷനായി അവസാനം വെള്ളമ്മ പിടിച്ചിട്ടാണ് വെള്ള ഷർട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വെള്ള ഷർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു വെള്ള തുണി മേടിച്ചോളിയെന്ന്, നല്ല ലുക്ക് ഉണ്ടാവും. പിന്നെ ഇവൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ പോകുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് എന്നാൽ വെള്ള തുണിയും വാങ്ങാമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്യുക, ഷർട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ച് ലാസ്റ്റ് നമ്മൾ വെള്ള കുപ്പായും വെള്ള തുണിയാട്ടം എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ലേഡീസിൻ്റെ സെക്ഷനൊക്കെ ഇവിടെയൊക്കെ എത്തിയപ്പം യാത്തൂന് ഉടുപ്പ് വേണം, അങ്ങനെ പൊന്തി നിൽക്കണ ഉടുപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് അവൾ കച്ചറ. അവിടെ കൂളർ, AC, ഫാന് ഇതൊക്കെ ഒരു സൈഡിൽ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫ്രൈ പാനുകൾ, പല മോഡലുകൾ, AC-കൾ, കൂളർ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് വേറെ ഒരു സൈഡിൽ. പിന്നെ കുറേ ഓഫറുണ്ട് കേട്ടോ, കുറേ സാധനത്തിന് ഓഫറുകളുണ്ട്. ബെഡ്ഷീറ്റ് ഇതിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കാശ് അധികം കൈ പിടിക്കാത്തതുകൊണ്ട് വാങ്ങിയിട്ടില്ല. 1799-ൻ്റെത് 749-നൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അവർ ഷർട്ട് എടുത്തുകൊണ്ട് നിൽക്കില്ല, നേരം വെറുതെ നടക്കുകയല്ലേ. അപ്പോൾ ചുമ്മാ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി. പിന്നെ തലയണകൾ, പില്ലോകൾ, കുറേ എണ്ണത്തിൻ്റെ ഓഫർ ചെയ്തിട്ടുണ്ട്. ചിലത് ചവിട്ടിയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ പിടിക്കുമ്പോഴൊക്കെ. അങ്ങനെ അതാ വെള്ള ഷർട്ട് എടുത്തു, തീരുമാനിച്ചു. ഇനി നമ്മൾ മുണ്ടെടുക്കാൻ പോവാണ് കേട്ടോ. മുണ്ടിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല, പല റേറ്റിൻ്റെതും ഉണ്ട്. അങ്ങനെ അതാ മുണ്ടിൻ്റെ സെക്ഷനെത്തി.
അവിടുന്ന് 2-3 സെലക്ട് ചെയ്ത് പിന്നെ കൺഫ്യൂഷനായി. ഇങ്ങനെ അവസാനം ഒന്ന് ഏതായാലും സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറ എൻ്റെത് അറിയാണ്ട് ഓണായി പോയതാട്ടോ. എൻ്റെ കയ്യിലൊരു മുണ്ടുണ്ട്. താഴത്ത് ഞാൻ ഫോൺ പിടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി പിടിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ അത് അറിയാണ്ട് അത് ഓണായി പോയതാട്ടോ. അങ്ങനെ അവിടെ കഴിഞ്ഞു ബില്ലിങ്ങിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്ത് തിരിച്ച് പോരുകയാണ് കേട്ടോ നമ്മൾ. തിരിച്ച് പോരുമ്പോൾ പിന്നെ കാറിൻ്റെ സെക്ഷൻ കണ്ട്, ടോയ്സിൻ്റെ സെക്ഷന്. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അവനൊരു കൂട്ടം ഡ്രസ്സാണ് മേടിച്ചത്. ഒരു കൂട്ടം ഡ്രസ്സും പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെയാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ കാർ ഇഷ്ടമാണല്ലോ കുട്ടികൾക്ക്. അങ്ങനെ ഒരു കാറ് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ടോയ്സിൻ്റെ ഭാഗത്തിന് നോക്കിയതാണ്. ഓരോ കാറിൻ്റെ വില കേട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 1000-ൻ്റെ മുകളിൽ, 2000-ൻ്റെ മുകളിൽ. പിന്നെ ചെറിയ കാറിന് ഞാൻ റേറ്റ് ചോദിച്ചിട്ട് 800 സംതിങ് ഒരു ചെറിയ കാറിന് കേട്ടോ, സ്റ്റീലിൻ്റെ ആ മോഡല്. പിന്നെ ഞാൻ കാറിൻ്റെ ഒരു 4-5 എണ്ണം വരിക്കുള്ളത് ഉണ്ടാവുമല്ലോ, അങ്ങനെ അട്ടിക്കുള്ള നമ്മളിങ്ങനെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ കാണാമല്ലോ. ഈ പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളും എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കാറൊക്കെ കണ്ടിട്ടോ. അതിനും നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു കുഞ്ഞി കാർ വാങ്ങി. ആ ഒരു കുഞ്ഞി കാറിന് തന്നെ 130 രൂപയായിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇയാത്തും അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടികളെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഡോക്ടർമാരതാ ഈ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് കുറേ എന്നോട് ഇത് വേണോ എന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പിന്നെ വട്ടം കറങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന ഉടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഇതാക്കുകയുള്ളൂ, എടുക്കുകയുള്ളൂ. ചില ഉടുപ്പ് ഇട്ട് കൊടുത്താൽ പറയും ഇത് കറങ്ങണില്ല, അത് വേണ്ടാന്ന് പറയും. അങ്ങനത്തെ സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാർ എടുത്തു അവസാനം. പിന്നെ പോകാൻ തിരക്കാതാ ഈ ലാസ്റ്റ് അവൻ കാണിച്ച ബ്ലൂ കാറാട്ടോ എടുത്ത്. അങ്ങനെ പോകാൻ തിരക്കായി. അങ്ങനെ അവൻ എണീറ്റിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളി വന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു പോകണം കേട്ടോ. പിന്നെ താഴെ നിന്ന് നമ്മൾ മോമോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ സിംഗിൾ പീസ് കിട്ടും മോമോസ്.